കേസിൽ പ്രതിയാകേണ്ടിയിരുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ. ലാവ്ലിൻ കേസിൽ ക്രൈം നന്ദകുമാറിന്റെ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ മകന് ഇഡി സമൻസ് അയച്ചതിന് പിന്നാലെ വിവേക് ഉൾപ്പെട്ട അഥവാ വിവേക് പ്രതിയാകേണ്ടുന്ന നിരവധി കേസുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലാവ്ലിൻ കമ്പനിയാണ് വിവേകിന്റെ വിദേശ വിദ്യാഭ്യാസത്തിന്റെ ചിലവ് വഹിച്ചത് എന്ന ദിലീപ് രാഹുലിന്റെ വെളിപ്പെടുത്തൽ CPMന്റെ അടിവേര് മാന്തിയിരിക്കുകയാണ്. തന്റെ മക്കൾ തന്റെ അഭിമാനമാണ് എന്ന് വീമ്പ് പറഞ്ഞ പിണറായി ഇപ്പോൾ മക്കളുടെ പേരിൽ നാണം കെടുന്ന കാഴ്ചയാണ് നവകേരളം കാണുന്നത്. തിരുട്ട് കുടുംബം എന്ന പ്രയോഗം എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2006 ക്രൈം പത്രാധിപരായ നന്ദകുമാറാണ് DRI എൻഫോഴ്സ്മെന്റിനടക്കം പരാതി നൽകിയത്. ലാവ്ലിൻ അഴിമതി ഇടപാടിലെ കള്ളപ്പണം വിദേശത്തേക്ക് കടത്തിയെന്നും അന്വേഷിക്കണമെന്നുമായിരുന്നു ആവശ്യം. പരാതിക്കാരനായ ക്രൈം നന്ദകുമാറിന്റെ മൊഴിയെടുത്ത അന്വേഷണ സംഘം കാനഡയിലെ ലാവ്ലിൻ കമ്പനിക്കും നോട്ടീസ് അയച്ചു. ഈ സമയത്താണ് ലാവ്ലിൻ കമ്പനിയുടെ പശ്ചിമേഷ്യൻ ചുമതലക്കാരനായ ദിലീപ് രാഹുലിനെ പറ്റി ചില മൊഴികൾ ഇഡിക്ക് ലഭിക്കുന്നത്. ഇതിനു പിന്നാലെ വിവേക് കിരണിന് സൗദിയിൽ നക്ഷത്ര ഹോട്ടൽ വാങ്ങാൻ UAE കോൺസുൽ ജനറലിനോട് പിണറായി വിജയൻ സഹായം അഭ്യർത്ഥിച്ച വിവരം സ്വപ്ന സുരേഷും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടു. മകനെയും മകളെയും ഇഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണി പോലെ എല്ലാം പുറത്തു വരുമെന്ന് സ്വപ്ന തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. അത് അച്ഛന് നല്ലതുപോലെ അറിയാമെന്നും അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തത് എന്നും സ്വപ്ന ആരോപിച്ചു. ഇഡി അത് നടപ്പാകണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണമെന്നും സ്വപ്ന പറയുന്നു. സ്വപ്നയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് കേട്ടപ്പോൾ എനിക്ക് പഴയൊരു സംഭവം ഓർമ്മ വന്നു. 2018 ഞാനും എൻ്റെ പഴയ ബോസായ UAE കോൺസുൽ ജനറലുമായി ക്യാപ്റ്റനെ കാണാൻ പോയി. ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തൻ്റെ മകനെ കോൺസുൽ ജനറലിന് പരിചയപ്പെടുത്തി. മകൻ UAEയിൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് എന്നും അവന് UAEയിൽ ഒരു നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ട് എന്നും അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും കോൺസുൽ ജനറലിനോട് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു. അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണമുണ്ടെങ്കിൽ നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് വാങ്ങിക്കാമെന്നും സ്വപ്ന പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും, നമുക്ക് കാത്തിരിക്കാമെന്നും സ്വപ്ന പറയുന്നു. ഇവിടെ വിവേകിന് പകരം ഒരു സാധാരണക്കാരന്റെ മകനാണ് ഇഡിയുടെ നോട്ടീസ് നെഗ്ലക്ട് ചെയ്തിരുന്നത് എങ്കിൽ അറസ്റ്റ്, ജയിൽ, കോടതി, വിചാരണ, അങ്ങനെ എന്തെല്ലാം കോലാഹലമായേനെ. മുഖ്യമന്ത്രിയുടെ മകനെയും മകളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യണമെങ്കിൽ അത് നടപ്പിലാകണമെങ്കിൽ അച്ഛന് സിംഹാസനം തെറിക്കണം. ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലെ CCTV ദൃശ്യങ്ങൾ മിന്നലടിച്ചു പോയിട്ടില്ല എങ്കിൽ ഇഡിക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഫോട്ടോ പടമായി കാണാമെന്നും സ്വപ്ന തന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായ മകന് UAEയിൽ സ്റ്റാർ ഹോട്ടൽ മേടിക്കാൻ പറ്റുമോ എന്നാണ്. ഉത്തരം പറ്റും എന്ന് തന്നെ. അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അച്ഛനും അമ്മയും സഹോദരിയും കൂടി ഉണ്ടാക്കുന്ന കള്ളപ്പണമുണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും പറ്റുമെന്ന് സ്വപ്ന കൂട്ടിച്ചേർത്തു. എന്തായാലും കൂടുതൽ കള്ളക്കളികൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതിനിടെ ലൈഫ് മിഷൻ ഇടപാടിൽ വിവേകിന്റെ പങ്കു ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അനിൽ അക്കരയും രംഗത്ത് വന്നു. പ്രളയത്തിന് ശേഷം 1000 കോടി രൂപയാണ് UAE കേന്ദ്രീകരിച്ചുകൊണ്ട് വിവേക്, സ്വപ്ന സുരേഷ്, IAS ഉദ്യോഗസ്ഥനായ നൂഹ് എന്നിവരുടെ നേതൃത്വത്തിൽ പിരിച്ചെടുത്തത്. ഈ തുക കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ 18% GST ഉണ്ടായിരുന്നത് തോമസ് ഐസക് ഒഴിവാക്കാമെന്ന് ഏറ്റിരുന്നു. അതിൽ തന്നെ 180 കോടി രൂപയുടെ അഴിമതിയാണ് ലക്ഷ്യമിട്ടത് എന്നും അനിൽ അക്കര പറഞ്ഞു. UAEയിലെ വിവിധ ബാങ്കുകളിലെ ഇടപാടുകൾ നിയന്ത്രിച്ചിരുന്നത് വിവേകാണ് എന്നും അനിൽ അക്കര ആരോപിച്ചു.